ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ കുറുകിയ ചാറോട് കൂടിയ മത്തിക്കറിയാണ്. അതിനായിട്ട് എനിക്കിപ്പോൾ ചെറിയ സൈസിലുള്ള മത്തി മീനാണ് കിട്ടിയിട്ടുള്ളത്. മീനെല്ലാം കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായാൽ ഉടൻ തന്നെ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കൂടെ കടുകും ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയാൽ ഉടൻ തന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അര സ്പൂൺ ഉലുവയാണ്. അതുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിനോടൊപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി ഇട്ട ശേഷം നമുക്കിനി ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. അധികം പുളിപ്പില്ലാത്ത തക്കാളിയാണിത്. ഒരു വലിയ തക്കാളി അരിഞ്ഞതാണ്. അധിക സമയം വഴറ്റേണ്ടതില്ല. ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അര സ്പൂൺ പെപ്പർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കറി ഞാനിപ്പോൾ തേങ്ങ ചേർക്കാതെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. തേങ്ങയ്ക്ക് പകരമുള്ള അരപ്പാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് വെള്ളമാണ്. വെള്ളം ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളമെല്ലാം ഒഴിച്ച ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഉള്ളിയെല്ലാം നല്ലതുപോലെ ഒന്ന് വേവിച്ച് കിട്ടണം. ഉള്ളിയെല്ലാം വെന്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഉള്ളിയും തക്കാളിയൊക്കെ മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. കുറച്ച് വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ കോരി മാറ്റാം. നമ്മൾ ഇതാണ് ഇനി തണുപ്പിച്ച ശേഷം അരച്ചെടുക്കുന്നത്. നല്ല മഷി പോലെ അരച്ചെടുക്കണം. തണുത്തതിന് ശേഷം നമുക്ക് ഇവയൊക്കെ മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. കുറച്ച് പുളി കൂടി ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് അടിച്ചിട്ട് വരാം. ഇനി നമുക്ക് വീണ്ടും സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ആ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ അരച്ചെടുത്ത അരപ്പൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഫിഷ് കറി മസാലയാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു 50 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എരിവൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇവയൊന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമുക്ക് മീൻകറിക്കുള്ള അരപ്പെല്ലാം നല്ല തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ചാറെല്ലാം ഏകദേശം കുറുകി കിട്ടിയിട്ടുണ്ട്. കറി നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനാണ്. മീനെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം. അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ചോറിനോടും കപ്പയോടൊക്കെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു മത്തിക്കറിയാണ്. ഇപ്പോൾ കറി എണ്ണയെല്ലാം തെളിഞ്ഞ് കറക്റ്റ് ലെവലിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല എരിവും പുളിയും ഒക്കെ ചേർന്ന അടിപൊളിയായിട്ടുള്ളൊരു മത്തിക്കറിയാണിത്. നല്ല കുറുകിയ ചാറാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങയില്ലാതെ തന്നെ നമ്മളിപ്പോൾ അടിപൊളിയായിട്ടുള്ള മത്തിക്കറി റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ വളരെ രുചികരമായ കുറുകിയ ചാറോട് കൂടിയ മത്തിക്കറി ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.